ഞങ്ങൾ ഇന്നലെ ചെയ്ത ന്യൂസ് വീഡിയോയിൽ പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇപ്പോഴത്തെ വിവാദത്തിൽ? അപ്പോൾ ഒരു ഭരണ സംവിധാനത്തിൽ PS പ്രശാന്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വന്ന കെ ജയകുമാർ IAS താൻ വിശുദ്ധനാണ്, മറ്റുള്ളവരെല്ലാം കുഴപ്പക്കാരാണെന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രതികരിക്കണം, പക്ഷേ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞ് പ്രതികരിച്ചൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, നമ്മൾ വലിയ ആൾക്കാരൊന്നുമല്ല. പക്ഷേ കാലികമായിട്ട് ഞങ്ങളൊരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് അതിൻ്റെ എന്തായാലും അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. അപ്പം അദ്ദേഹം പറഞ്ഞെന്താണ്, അദ്ദേഹം അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനും പാട്ടെഴുത്തുകാരനും ഒക്കെയാണ് കെ ജയകുമാർ. അദ്ദേഹം മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പോൾ ഓർത്തിട്ട് ഞങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, കവിത എഴുത്തിൽ എനിക്ക് മാതൃക കുമാരനാശാനാണെന്നും പാട്ടെഴുത്തിൽ എനിക്ക് മാതൃക വയലാർ രാമവർമ്മയുമാണെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്രയോ മനോഹരമായ പാട്ടുകളാണ് അദ്ദേഹം എഴുതിയത്. അതിന് അവാർഡുകൾ കിട്ടി, ചന്ദനലേഖ സുഗന്ധം പോലെ, വടക്കൻ വീരഗാഥയിലെ ആ പാട്ടുൾപ്പെടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി, അത് പറയുന്നത് ഈ സാഹിത്യകാരൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്താ പറഞ്ഞത്? കണക്കിൻ്റെ വിഷയം കനൽ പോലെ എരിയേണ്ട. അതൊരു കവിതയാണ്. കണക്കിൻ്റെ വിഷയം കനൽ പോലെ എരിയേണ്ട എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കരുത്. ആരാണ് ഊതി വീർപ്പിച്ചത്? അതാണ് വിഷയം. ഒന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ, മാപ്രകൾ. രണ്ടാരാണ്? ഭരണ സംവിധാനത്തിലെ ചില പോരായ്മകൾ. അതാണ് കെ ജയകുമാർ ചൂണ്ടിക്കാണിച്ചത്. അതെന്താണ് ആ പോരായ്മ? ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലാണ് 3 കോടിക്കധികം ചെലവാക്കി എന്നുള്ളത് വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് അഡ്വാൻസ് എടുത്ത 3 കോടി രൂപ തിരിച്ചു കൊടുത്തു, സംഘാടക സമിതി തിരിച്ചു കൊടുത്തു. അപ്പോൾ ദേവസ്വം ബോർഡിന് ഒരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ദേവസ്വം സെക്രട്ടറി, ഓഡിറ്റർ, ദേവസ്വം സെക്രട്ടറി പിന്നെ ഓഡിറ്റിങ്ങും, അത് കഴിഞ്ഞ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ വന്ന ചില പിശകുകളാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ദേവസ്വം ബോർഡിന് ഒരു പൈസയും നഷ്ടപ്പെട്ടില്ലെന്നുമാണ് ജയകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ. അപ്പോൾ ഈ സ്പെഷ്യൽ കമ്മീഷണർ നിയോഗിച്ചതാരാണ്? ഹൈക്കോടതി ദേവസ്വം വെച്ച്. ഇതിൻ്റെ കണക്കുകൾ ഇന്ന തീയതിക്കുള്ളിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് ഏൽപ്പിക്കാൻ ആ കണക്ക്, ആ തീയതി പാലിക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അപ്പം അതിനു മുമ്പ് ദേവസ്വം ബോർഡ് കൂടിയില്ല. കൂടാതെ പെട്ടെന്ന് കണക്കുകൾ ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് ദേവസ്വം വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കി അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുന്നു. സ്പെഷ്യൽ കമ്മീഷണർ അത് അവിടെ കോടതിയിൽ ഹാജരാക്കും. എന്നിട്ട് അദ്ദേഹം അതിനകത്ത് കമൻസ് എഴുതുന്നു. 3 കോടിയല്ല, ഇത്ര ചെലവഴിച്ചു, ഇത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഈ ഗുരുവായൂർ ഭജന സംഘം അവർക്ക് കാശ് കൊടുത്തു എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നു. അവർക്ക് കാശും കൊടുത്തിട്ടില്ല, അവർ പരിപാടി നടത്തിയിട്ടില്ല. വേറൊരു ഗ്രൂപ്പാണ് പരിപാടി നടത്തിയത്, അതിന് പൈസയും കൊടുത്തു. ഇത് ജയകുമാർ എന്ന് പറഞ്ഞത് അങ്ങനെ ചില പിശകുകൾ പെട്ടെന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അടുത്ത 23-ാം തീയതി ബോർഡ് കൂടുമ്പം ഇപ്പം കൊടുത്ത റിപ്പോർട്ട് പരിഷ്കരിച്ചിട്ട് പിഴവില്ലാത്ത, പിശക് വരാത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് കെ ജയകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്, ആഗോള അയ്യപ്പ സംഗമത്തിനും 3 കോടി രൂപയാണ് ചെലവായത്. അഡ്വാൻസ് എടുത്ത തുക, ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത തുക, സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടിയ തുക വെച്ച് അതേപോലെ തിരിച്ചടച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡിന് ഒരു പൈസ അതിൽ നിന്ന് ചെലവാക്കേണ്ടി വന്നിട്ടില്ല. ഇനി സ്പോൺസർഷിപ്പിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. അദാനി ഗ്രൂപ്പ് 1 കോടി തരാനുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരും. വേറെ ചിലരുടെ സ്പോൺസർഷിപ്പ് മുടക്കി എന്നൊരു വാർത്ത, ഒരു കരക്കമ്പി വേറെയുണ്ട് പിന്നാമ്പുറത്ത്. ആരാണ്? പോറ്റി.
പോറ്റിയെ കയറ്റിയവർ. കാരണം പോറ്റിയൊക്കെ പിന്നെ എല്ലാം ജയിലിലാവും. സംഗമം കഴിഞ്ഞിട്ടാണ്. സംഗമം വിജയിച്ചതിൻ്റെ അസൂയയും കുശുമ്പും എല്ലാം അവിടെ വർക്കൗട്ട് ചെയ്തു. ഈ പോറ്റി ഇടപെട്ടിട്ട് സ്പോൺസർമാരെ പിന്തിരിപ്പിക്കണമെങ്കിൽ പോറ്റിയുടെ പിന്നിൽ ആരായിരിക്കും? അത് പോറ്റിയെ കയറ്റിയവരായിരിക്കുമല്ലോ. ആരാ പോറ്റിയെ കയറ്റിയത്? തന്ത്രി കണ്ഠരര് രാജീവരര് ആണല്ലോ. ഇപ്പൊ കാര്യങ്ങളെ കിടപ്പ് മനസ്സിലായല്ലോ. ദേവസ്വം ബോർഡ് ഭരിച്ച പ്രസിഡന്റുമാര് അല്ലെങ്കിൽ എൻ വാസു അല്ലെങ്കിൽ പത്മകുമാറോ ആണോ പോറ്റിയെ കയറ്റിയത്? പോറ്റി അവിടെ കയറിയത് ഏത് കാലത്താണ്? കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴാണ് പോറ്റി അവിടെ കയറ്റിയത്. പോറ്റിയെ കയറ്റിയതും കയറ്റിയ ആൾക്കാരും കയറ്റിയവരെല്ലാം കൂടെ പോറ്റിയെ കൊണ്ട് 10 ജനുവരിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കയറ്റിയതും പിന്നെ ചരട് കിട്ടിയതും ബ്രേസ്ലെറ്റ് കിട്ടിയതും വലിയ ഗിഫ്റ്റ് കൊടുത്തതും ഒക്കെ ഇന്ന് വരെ കോൺഗ്രസ് നേതൃത്വം എന്താണെന്ന് വിശദീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് കെ ജയകുമാർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഭരണം ഒരു തുടർച്ചയാണ്. അത് ഏത് മാറി മാറി ഏത് ബോർഡ് വന്നാലും, ദേവസ്വം ബോർഡിന്റെ കാര്യം എടുത്താലും സർക്കാർ എടുത്താലും, കഴിഞ്ഞ ബോർഡ് ചെയ്തതെല്ലാം തെറ്റാണെന്നും ഞങ്ങളാണ് വിശുദ്ധരാണെന്നും ഞാനാണ് വിശുദ്ധനെന്നും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ കെ ജയകുമാർ ശ്രമിച്ചു എന്നാണ് ഞങ്ങൾ ഇന്നലത്തെ ന്യൂസ് വീഡിയോയിൽ പറഞ്ഞത്. അത് സത്യമാണ്. അങ്ങനെ പാടില്ല. അദ്ദേഹം ഇതിനെ സംരക്ഷിക്കേണ്ട ആളാണ്. ആഗോള സംഗമത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിന് ഈ ഓഡിറ്റിങ്ങിൽ കണക്ക് കൊടുത്തതിൽ ചില പിശകുകൾ വന്നു. ആ പിശക് തിരുത്തി കൊടുക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ല. നല്ല കാര്യം. ഇതൊരു തുടർച്ചയാണ്. ഈ വർഷം സന്നിധാനത്ത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഭംഗിയായിട്ട് നടന്നു. ശബരിമല കഴിഞ്ഞ വർഷവും ഭംഗിയായിട്ട് നടന്നു. അപ്പൊ എന്തായാലും അർത്ഥം എന്താണ്? തിരക്കുകളെ നിയന്ത്രിക്കുന്നതിന് ശാസ്ത്രീയ സംവിധാനം ഉണ്ടാക്കി. ഒക്കെ കഴിഞ്ഞ PS പ്രശാന്ത് പ്രസിഡന്റായിട്ടിരിക്കുന്ന 2 കൊല്ല കാലത്തെ ഭരണസമിതി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തു. ജയകുമാർ വന്നപ്പോഴും ചെയ്തു. ആദ്യം ചില കല്ലുകടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ, അത് പരിഹരിച്ചു പോയി. അപ്പോ കഴിഞ്ഞ ഭരണസമിതി നന്നായിട്ട് ചെയ്തു എന്ന് പുതിയ ഭരണസമിതിക്ക് ബോധ്യം വേണം. അല്ലാതെ ബാക്കി എല്ലാവരും കുഴപ്പക്കാര്, ഞങ്ങൾ മാത്രം വിശുദ്ധര്, ജയകുമാർ മാത്രമാണല്ല എന്ന അങ്ങനെ ആ ഒരു രീതി ശരിയല്ല. അത് ഞങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന് പറയേണ്ടി വന്നല്ലോ. ഒരു ക്രമക്കേട് നടന്നിട്ടില്ല. കൊടുത്ത റിപ്പോർട്ടിൽ ചില പിശകുണ്ട്. പെട്ടെന്ന് കൊടുക്കേണ്ടി വന്ന കോടതിയുടെ ഡെഡ് ലൈൻ അതുണ്ടല്ലോ. ഹൈക്കോടതിയുടെ പിന്നെ ദേവസ്വം ബെഞ്ച് ഇപ്പത്താ ഈ ഡേറ്റിൽ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണ്ടേ? അല്ലെ കോടതി അലക്ഷ്യമാവും. ജയകുമാർ പോയി പിന്നെ ഹൈക്കോടതി പോയി കോടതിയിൽ പോയി പിന്നെ കോടതി മുറി നിൽക്കേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അകത്ത് ചില പാളിച്ചകൾ വന്നു. അത് തിരുത്താമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നല്ല കാര്യം.